വഴിയിൽ നിറച്ച ആളുകളുണ്ട്, പോരാത്തതിന് ആ ഗോപികമാരും. അതിനെന്താ കണ്ണാ? കണ്ണന്റെ മുഖത്ത് നാണം കലർന്ന ഒരു കള്ളച്ചിരി. അമ്മാവാ, അവരെല്ലാരും കളിയാക്കും. എനിക്കൊരു പട്ടുകോണകം തരൂ. ദതിപാണ്ഡൻ പൊട്ടിച്ചിരിച്ചു. കൃഷ്ണ, ഇതിപ്പോൾ ഇങ്ങനെ തന്നെയല്ലേ ഇങ്ങോട്ട് വന്നത്? പിന്നെന്താ? ഇങ്ങോട്ട് വരുമ്പോൾ ഞാൻ കണ്ണടച്ചാണ് ഓടിയത്. കേവലം മാനുഷബാലനായി ലീലയാടുന്ന കണ്ണന്റെ നിഷ്കളങ്ക ഭാവം കണ്ട ദതിപാണ്ഡൻ എല്ലാം മറന്ന് കണ്ണനെ മാറോടു ചേർത്തു. കണ്ണന് പട്ടുകോണകം നല്ല ഇഷ്ടമാണെന്ന് അദ്ദേഹവും കേട്ടിട്ടുണ്ട്. എന്നെങ്കിലും കണ്ണൻ വന്നാൽ നൽകാൻ കരുതി വെച്ച പട്ടുകോണകം കണ്ണനെ ഉടുപ്പിച്ചു. കണ്ണൻ സന്തോഷത്തോടെ തിരിച്ചുപോയി. ഭക്തിയുടെ മഹത്വം കണ്ട് ദേവന്മാർ അത്ഭുതപ്പെട്ടു. ഭക്തനോട് ബന്ധമുണ്ടായത് കാരണം അചേതന വസ്തുക്കൾക്ക് പോലും ഭഗവാൻ മോക്ഷം നൽകി അനുഗ്രഹിച്ചിരിക്കുന്നു.